നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ജോലി ചെയ്യാനും പഠിക്കാനും മഞ്ജു കാണിച്ച ധൈര്യം കുറച്ചൊന്നും പുകഴ്ത്തിയാ പോരാ. ആദ്യത്തെ ശ്രമത്തിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തെങ്കിലും IPS ആകാനുള്ള റാങ്ക് ഇല്ലാത്തതുകൊണ്ട് മഞ്ജു ഒരു വർഷം കാത്തിരുന്ന് വീണ്ടും പരീക്ഷ എഴുതി അത് നേടിയെടുത്തു. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി മഞ്ജു ഡ്യൂട്ടി ചെയ്യായിരുന്നു. അവസാനം അവൾ ആഗ്രഹിച്ച പോലെ സ്വന്തം നാട്ടിലേക്ക് അവൾക്ക് പോസ്റ്റിംഗ് കിട്ടി. മഞ്ജുവിന്റെ ജീവിതം ഒരു പാഠമാണ്. മനസ്സുകൊണ്ട് തോൽക്കാൻ സമ്മതമില്ലാത്തവരുടെ മുമ്പിൽ വിധി മുട്ടുമടക്കും. വിജയം ആരെയും തേടി വരില്ല, അതിനെ വാശിയോടെ പിന്തുടർന്ന് നേടിയെടുക്കണം. സ്ത്രീകൾക്കൊറ്റയ്ക്ക് പൊരുതി ഒന്നും നേടാൻ സാധിക്കില്ലെന്നുള്ള വിചാരം ചിലർക്കൊക്കെ ഉണ്ട്. അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റിയൊരു ഉദാഹരണമാണ് മഞ്ജു മാധവൻ. ഇനി മൈക്കും ഉത്തരവാദിത്വവും ഞാൻ മഞ്ജുവിനെ ഏൽപ്പിക്കുകയാണ്. താങ്ക് യു മാഡം. എന്റെ നാട്ടിൽ എനിക്ക് ഇങ്ങനൊരു പദവി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാഡം പറഞ്ഞതുപോലെ സ്ത്രീകളെ കൊണ്ട് പൊരുതി വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തളർന്നിരുന്ന എന്നെ പ്രോത്സാഹിപ്പിച്ചതും നേർവഴി കാണിച്ചു തന്നതും ഐശ്വര്യ മാഡമാണ്. ഞാൻ ട്രെയിനിങ്ങിലായിരുന്നപ്പോഴും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നതും മാഡമാണ്. എന്റെ അസാന്നിധ്യത്തിൽ എന്റെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നോക്കിയതും മാഡമാണ്. എന്റെ അഭാവത്തിൽ എന്റെ നാടിനെയും കുടുംബത്തെയും സംരക്ഷിച്ചതിന് മാഡത്തോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മാഡത്തിന് ഇവിടെ നിന്നും ധൈര്യമായിട്ട് പോവാം. ഇനി ഈ നാടിനെ ഞാൻ നോക്കിക്കൊള്ളാം. സാധാരണക്കാരെ ഒരുത്തനും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല. ക്രമസമാധാനവും ആരും തകർക്കില്ല. മഞ്ജു ഉറപ്പായിട്ട് നമ്മളെ ലക്ഷ്യമിക്കും. അവൾക്ക് നമ്മളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യമായി. നമ്മൾ ആരാണെന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കണം. മിണ്ടാതിരിക്കടി. മഞ്ജു കോൺസ്റ്റബിൾ ആയിരുന്നപ്പോ നമുക്ക് തന്ന പണിയൊക്കെ മറന്നു. ഇപ്പൊ അവള് കമ്മീഷണറാ. അവളെ എങ്ങനെ നേരിടാന്നല്ല, അവൾ ഇന്ന് എങ്ങനെ രക്ഷപ്പെടാന്നാ ചിന്തിക്കണ്ടേ. അങ്ങനെ ചെയ്താ പോലീസിന്റെ ശക്തി എന്താണെന്ന് അവര് മനസ്സിലാക്കും. മഞ്ജു വരൂ. മാഡം, കൺഗ്രാറ്റുലേഷൻസ്. ഒരു സീനിയർ ഓഫീസറെ കാണുമ്പോ സല്യൂട്ട് ചെയ്യണോന്ന് അറിയില്ലേ? സോറി മാഡം. മഞ്ജു വരൂ. തന്റെ ഉയർച്ച തന്റെ എല്ലാ ശത്രുക്കളും കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാവരെയും, പ്രത്യേകിച്ച് പ്രീതിയെയും ഞാനിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. താങ്ക് യു മാഡം. തോട്ടെടുത്തുനിന്ന് പൊരുതി ജയിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. തന്നെ ഓർത്ത് മാധവൻ സാർ ഇപ്പൊ ഒരുപാട് അഭിമാനിക്കുന്നുണ്ടാവും. ഇനി ഡ്യൂട്ടി ചെയ്യുമ്പോ തന്റെ പേരിന്റെ കൂടെയുള്ള മാധവനെ ഓർക്കണം.
താൻ ഉണ്ടാക്കുന്ന സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും അത് അദ്ദേഹത്തിന്റെ പേരിനും കൂടെയാ കിട്ടുന്നതെന്ന് ഓർക്കണം. തനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. തന്നെ ദ്രോഹിച്ചവർ ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. അവരോട് പ്രതികാരം ചെയ്യണമെന്നൊക്കെ തനിക്ക് തോന്നും. അവരോട് ക്ഷമിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവരിൽ പലരും മാപ്പർഹിക്കാത്തവരാണെന്ന് എനിക്കറിയാം. നമ്മൾ സാധാരണ മനുഷ്യരാ. വാശിയും ദേഷ്യമൊക്കെ നമുക്കും ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യുകയാണെങ്കിലും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വേണം ചെയ്യാൻ. നിയമം വളയ്ക്കുന്നത് തെറ്റില്ല, ഒടിക്കരുത്. യെസ് മാഡം. ഇനി കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജോലി രാജിവെക്കുന്നതിന് മുമ്പ് മാഡം അവസാനമായി സല്യൂട്ട് തന്നത് എനിക്കാണ്. അന്ന് ഡിപ്പാർട്ട്മെന്റിന് ഒരു നല്ല ഓഫീസറെ നഷ്ടപ്പെട്ടതിന്റെ വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ആ വിഷമം നികത്താൻ കഴിഞ്ഞു. സന്തോഷായി മോളെ. സോറി മാഡം. സാർ എന്നോട് ഒരിക്കലും സോറി പറയരുത്. അതെ, സിവിൽ സർവീസ് എഴുതി എത്ര വലിയ ഓഫീസറായെന്ന് പറഞ്ഞാലും പണ്ട് ഡ്യൂട്ടി ചെയ്തപ്പോഴുള്ള സീനിയർ ഓഫീസർമാരെ കാണുമ്പോ അറിയാതെ ഒന്ന് പേടിക്കും. അത് സ്വാഭാവികം. അനിത, എന്റെ ഓഫീസ് റൂം എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാവണം. ഈ സർക്കിളിലെ എല്ലാ പെൻഡിംഗ് കേസുകളുടെ ഫയലുകളും എന്റെ മേശപ്പുറത്തുണ്ടാവണം. വിത്തിൻ ആൻ അവർ. യെസ് മാഡം. നോക്കിയിരിക്കാതെ വേഗം ചെയ്യടോ. കം ഓൺ ഫാസ്റ്റ്. സർ, വിശുക്കുട്ടാ വന്നേ. മഞ്ജു, ഇത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാത്തത്. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. ഞാൻ ചേച്ചിയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ചേച്ചി തോറ്റുപോയിന്ന് വരെ ഞാൻ വിശ്വസിച്ചു. ചേച്ചി കുറച്ച് കണ്ടവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. അയ്യേ, ഇതിനൊക്കെ എന്തിനാടി കരയുന്നേ? എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പോലും വിശ്വസിച്ചിരുന്നില്ല. പിന്നല്ലേ നിന്റെ കാര്യം. എന്നാലും ആ അവസ്ഥയില് ഞാൻ ചേച്ചിക്ക് പിന്തുണ തന്നില്ല. അതൊരു തരത്തിൽ നന്നായി. ഈ നാടും നാട്ടുകാരിൽ നിന്ന് മാറി നിന്നപ്പോഴാ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. ഞാൻ ഈ നിലയിലെത്താൻ നീയൊരു കാരണക്കാരിയാ.